കരുണയിൻ സാഗരമേ, ശോകക്കോടും വെയിലേറിടുമ്പോൾ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. ാം സങ്കീർത്തനം 3-ാം വാക്യം നമുക്കേറെ സുപരിചിതമാണ്. അതിങ്ങനെയാണ്: മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഇതെങ്ങനെയാണ് നടക്കുക? മനസ്സിനേറ്റ മുറിവുകളെ കെട്ടാൻ കഴിയുന്നത് ആർക്കാണ്? മനസ്സിനേറ്റ മുറിവുകളെ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ശ്രമകരമായ ഒരു കാര്യമാണ്. സാധാരണയായി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളെ ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്യാറുണ്ട്. എന്നാൽ മനസ്സിനേറ്റ മുറിവിനെ ചികിത്സിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായ ഒരു കാര്യമല്ല. ഒരു പക്ഷേ നാം സാധാരണയായി വായിക്കുന്നത് പോലെ ഈ വാക്യം വായിച്ചാൽ അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കുവാൻ അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. സാധാരണയായി നമ്മുടെ ശരീരത്തിലുള്ളതായ ഒരു മുറിവിനെ ചികിത്സിക്കുന്നത് പോലെ മനസ്സിനേറ്റ മുറിവിനെ ചികിത്സിക്കുവാൻ സാധ്യമല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ മനസ്സിനേറ്റ മുറിവിനെ തിരിച്ചറിയുക എന്ന് പറയുന്നത് തന്നെ ശ്രമകരമായ ഒരു കാര്യമാണ്. പലരുടെയും മനസ്സിലുള്ളതായ മുറിവുകളെ നമുക്ക് അറിയുവാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കാം, ഭാര്യ, ഭർത്താവ്, മക്കൾ, അപ്പൻ, അമ്മ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. ഇങ്ങനെയൊക്കെ ഏറ്റവും അടുത്തുള്ളവരുടെ ആണെങ്കിൽ പോലും മനസ്സിനേറ്റതായ മുറിവ്, അവരുടെ മനസ്സിൻ്റെ പ്രയാസം എന്താണ്, അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന കാര്യം എന്താണ്, ഇതൊന്ന് തിരിച്ചറിയുവാനോ മനസ്സിലാക്കിയെടുക്കുവാനോ ഒരുപക്ഷെ നമുക്ക് എപ്പോഴും സാധിച്ചെന്ന് വരികയില്ല. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ മനസ്സിൽ എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും അവരുടെ മുഖത്ത് അതൊന്നും പ്രകടമാവുകയില്ല. ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടവരുടെ മരണത്തിൻ്റെ മുൻപിലും ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴ്ത്താതെ വളരെ ശാന്തമായി സഹിച്ചു നിൽക്കുന്ന ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ പ്രയാസമെല്ലാം അവർ മനസ്സിൽ ഒതുക്കി വയ്ക്കാറുണ്ട്. ഒട്ടും പ്രകടിപ്പിക്കാതെ, മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ലാതെ നിൽക്കുന്ന ധാരാളം ആളുകൾ മനസ്സിൽ ഒതുക്കുകയാണ്. അവരുടെ സങ്കടമെല്ലാം മനസ്സിൽ അടക്കി ഒതുക്കി വയ്ക്കുന്നതായ ധാരാളം ആളുകൾ. എന്നാൽ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലുള്ള വിഷമങ്ങൾ എന്താണോ അത് മുഴുവൻ അവരുടെ മുഖത്ത് കാണുവാൻ സാധിക്കും. മനസ്സ് വല്ലാതെ പ്രക്ഷുബ്ധമാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് അവരുടെ മുഖം പ്രതിഫലിപ്പിക്കും. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് എന്നാണ് ചിന്തകരുടെ അഭിപ്രായം. നമ്മുടെ മുഖം കാണുമ്പോഴറിയാം നമ്മുടെ മനസ്സിൻ്റെ നില എന്താണ് എന്നുള്ളത്. ഒരുപക്ഷേ സങ്കടം വല്ലാതെ ഹൃദയത്തിൽ പൊങ്ങി വരുന്ന സമയത്ത് നാം അറിയാതെ നമ്മുടെ മുഖത്ത് ആ സങ്കടം പ്രതിഫലിക്കുന്നു. സന്തോഷത്തിൻ്റെ ഒരു അവസരമാണെങ്കിൽ അതും നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കാറുണ്ട്. ഭയാശങ്കകളോ ഉദ്വേഗമോ ഒക്കെ ആണെങ്കിൽ അതും മുഖത്ത് പ്രതിഫലിക്കാറുണ്ട്. എന്തായിരുന്നാലും മുഖം എന്ന് പറയുന്നത് മനസ്സിൻ്റെ കണ്ണാടി തന്നെയാണ്. ചിലരെ സംബന്ധിച്ച് ഒരുപക്ഷെ അങ്ങനെ അല്ലായിരിക്കാം. എന്തായിരുന്നാലും പൊതുവെ നാം പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രയാസങ്ങൾ, നമ്മുടെ മനസ്സിൻ്റെ വിങ്ങലുകളെല്ലാം നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നാം നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത്. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നാം കാണുന്നത് അർത്ഥശഷ്ടാ രാജാവിൻ്റെ കാലത്ത് ബാബേൽ പ്രവാസത്തിലേക്ക് പോയ നെഹമ്യാവ് അർത്ഥശഷ്ടാ രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്നു. അങ്ങനെ രാജാവിന് വീഞ്ഞെടുത്ത് കൊടുക്കുന്ന സമയത്ത് രാജാവ് നെഹമ്യാവിനോട് ചോദിക്കുകയാണ്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യത്തിലാണ് നാം ഇങ്ങനെ വായിക്കുന്നത്. ഇവിടെ രാജാവ് നെഹമ്യാവിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി
നെഹമ്യാവിൻ്റെ മനസ്സിൽ അതിഭയങ്കരമായ ഒരു വിഷമമുണ്ട്. അത് ആ മുഖത്തെ പ്രതിഫലിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, നിനക്ക് ദീനമൊന്നുമില്ല, പക്ഷെ നിന്റെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നു. കാരണം അത്രമാത്രം സങ്കടകരമായ എന്തോ ഒരു ചിന്ത നിന്നെ അലട്ടുന്നുണ്ട്. രാജാവിന് അത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ വ്യഥ, നമ്മുടെ മനസ്സിൻ്റെ വല്ലാത്ത സങ്കടം മനസ്സിലാക്കുവാൻ അധികം പേർക്കും സാധിച്ചെന്ന് വരികയില്ല. നമ്മുടെ മുഖം നന്നായി ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിക്കല്ലാതെ ആ മുഖത്തെ ഭാവഭേദങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കണമെന്നില്ല. ഇവിടെ വാസ്തവത്തിൽ ഞാൻ അർത്ഥശഷ്ട രാജാവിൻ്റെ പ്രത്യേകത ചിന്തിക്കുകയായിരുന്നു. സാധാരണയായി നാം ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടുകാരുടെ ഔചിത്യം അനുസരിച്ച് നമുക്കൊരു പക്ഷേ ചായ തരാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണപാനീയങ്ങൾ തന്നിരിക്കും. സാധാരണഗതിയിൽ ഈ ചായ തരാൻ വരുന്ന ആളിൻ്റെ മുഖത്തേക്ക് നമ്മൾ അങ്ങനെ ശ്രദ്ധാപൂർവം നോക്കാറില്ല. പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ്. അർത്ഥശഷ്ട രാജാവ് എന്താണ് ചെയ്തത്? പാനപാത്രവുമായി വരുന്ന നെഹമ്യാവിൻ്റെ മുഖത്തെ ഭാവഭേദം വരെ അദ്ദേഹം ശ്രദ്ധിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ ഇന്ന് രാവിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. വലിയവനായ ദൈവത്തിൻ്റെ അരികിലേക്ക് നാം ചെല്ലുമ്പോൾ ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. നാം ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. നാം ദൈവം മുൻപാകെ അടുത്ത് ചെല്ലുമ്പോൾ അവിടുന്ന് ബാഹ്യമായ നമ്മുടെ രൂപത്തെ അല്ല കാണുന്നത്, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് അവിടുന്ന് നോക്കുകയാണ്. അതുകൊണ്ടാണ് 34-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് അവിടുന്ന് നോക്കുന്നു. ആ ഹൃദയത്തിൽ ഏതെല്ലാം ചിന്തകളുണ്ടെന്നും അവരുടെ മനസ്സ് തകർന്നിരിക്കുന്നുവോ എന്നും എന്ത് കാരണത്താലാണ് അവരുടെ മനസ്സ് വിങ്ങിയതെന്നും എല്ലാം നോക്കുന്ന ദൈവം ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് നോക്കുകയാണ്. ഒരുപക്ഷെ നമ്മോട് അടുത്ത് സഹകരിക്കുന്ന മറ്റാർക്കും തിരിച്ചറിയാനാവാത്ത നമ്മുടെ മനസ്സിൻ്റെ വേദന, മനസ്സ് തകർന്നിരിക്കുന്നത്, ഹൃദയം നുറുങ്ങിയിരിക്കുന്നത്, മറ്റാർക്കും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ചിന്താകുലങ്ങളും നമ്മുടെ വിഷമതകളും എല്ലാം അറിയുന്ന, നമ്മെ സൃഷ്ടിച്ച സകല അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനായ വലിയവനായ ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് നോക്കുന്നത്. അനേക ക്രിസ്തീയ ഗാനങ്ങളുടെ രചയിതാവായ കർത്താവിൽ പ്രസിദ്ധനായ ദൈവദാസനാണല്ലോ പ്രിയമുള്ള ചാൾസ് ജോൺ അവർകൾ. അദ്ദേഹം എഴുതിയ നടത്തിടുന്നു ദൈവം എന്നെ നടത്തിടുന്നു എന്നുള്ള ഗാനത്തിലെ ചില ചരണങ്ങൾ ഇത്തരുണത്തിൽ വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ളതാണ്. അതിങ്ങനെയാണ്: ആരിലുമൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭനുണ്ടെനിക്ക്, ആകുലത്തിൽ എൻ്റെ വ്യാകുലത്തിൽ ആശ്വാസമവനെനിക്കേകിടുന്നു. മറ്റാരെക്കാളും ഉപരിയായി നമ്മുടെ മനോഭാരങ്ങൾ അറിയുവാൻ കഴിവുള്ള വലിയവനായ ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നത്. നോക്കിയിട്ട് അവിടുന്ന് എന്താണ് ചെയ്യുന്നത്? മനസ്സ് തകർന്നവരെ അവിടുന്ന് സൗഖ്യമാക്കുകയും മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു എന്നാണ് നാം ഈ വാക്യത്തിൽ വായിക്കുന്നത്. ഇന്നത്തെ കാലത്ത് സാധാരണയായി മുറിവോ ചതവോ ഒടിവോ ഒക്കെ വരികയാണെങ്കിൽ അതിന് ഓരോന്നിനും ഓരോ വിഭാഗത്തിലുള്ള ഡോക്ടേഴ്സിനെ കാണേണ്ടതായിട്ടുണ്ട്. അസ്ഥിക്കുണ്ടായ ഒടിവാണെങ്കിൽ ഓർത്തോ ഡോക്ടറെ നമ്മൾ സമീപിക്കണം. അല്ലാതുള്ള മുറിവാണെങ്കിൽ ഒരു സർജനെ കാണേണ്ടതായിട്ട് വരാം. എന്നാൽ നമ്മുടെ പരമവൈദ്യനായ ദൈവം നമുക്ക് നേരിടുന്ന പ്രതിസന്ധി എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഒരുപക്ഷെ ശാരീരികമോ അല്ല നമ്മുടെ മാനസികമോ ആയിട്ടുള്ള എന്ത് വിഷമോ ആയിക്കൊള്ളട്ടെ, അതിനെല്ലാം പരിഹാരം നൽകുന്ന വലിയവനായ ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് നോക്കുകയും നമ്മുടെ മനസ്സിൻ്റെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നത്. എത്ര വലിയൊരു ആശ്വാസമാണിത്! അതുകൊണ്ടാണ് ദാവീദ് രാജാവ് ധൈര്യസമേതം പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് രാവിലെ ഈ വലിയവനായ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണ്. നോക്കിയിട്ട് പറയുകയാണ്, കുഞ്ഞെ, നിന്റെ മനസ്സിൻ്റെ വിഷമമുണ്ടല്ലോ, അത് ഞാൻ അറിയുന്നു. ഒരുപക്ഷെ നിന്റെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നത് നിന്റെ വീട്ടുകാർക്കോ നിന്റെ സ്വന്തക്കാർക്കോ
നിന്റെ ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ സഹോദരങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കും അറിയാൻ പാടില്ലായിരിക്കാം. പക്ഷെ ഞാൻ അറിയുന്നു. നിന്റെ മനസ്സിനേറ്റ മുറിവ് എത്ര തന്നെ വലുതായിരുന്നാലും അതിനെ കെട്ടുവാനും ശമിപ്പിക്കുവാനും നിന്നെ സൗഖ്യമാക്കുവാനും എനിക്ക് സാധിക്കും. ഇന്ന് രാവിലെ ഈ കർത്താവിൻ്റെ അരികിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. അവിടുന്ന് നമ്മെ സൗഖ്യമാക്കട്ടെ, അവിടുന്ന് നമ്മെ ശക്തീകരിക്കട്ടെ, അവിടുന്ന് നമുക്ക് സമീപസ്ഥനായിരിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ വായിച്ചതുപോലെ മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന അവിടുത്തെ തിരുസന്നിധിക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ കർത്താവെ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. പലപ്പോഴും ഞങ്ങളുടെ മനസ്സ് വേദനിക്കുന്നത്, ഞങ്ങളുടെ ഹൃദയം നുറുങ്ങുന്നത് മറ്റാരും കാണാതിരിക്കുമ്പോൾ അവിടുന്ന് അത് അറിയുകയും ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ സൗഖ്യമാക്കുകയും അവിടുന്ന് സമീപസ്ഥനായിരുന്ന് ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന അവിടുത്തെ അനുഗ്രഹകരമായ സാമീപ്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം ഞങ്ങളുടെ മേൽ വെച്ച് കർത്താവെ, ഞങ്ങളെ സൗഖ്യമാക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവ്, ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് ആരെങ്കിലും മനസ്സ് തകർന്നവരായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം, സൗഖ്യമാക്കുന്ന കരം, ശക്തിയേറിയ കരം അവരുടെ മേൽ വെക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അവിടുത്തെ സൗഖ്യത്താൽ അവർ നിറയട്ടെ, അവിടുത്തെ ശക്തിയാൽ അവർ ജീവിക്കട്ടെ. കർത്താവേ, ഇന്ന് രാവിലെ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഇന്നത്തെ ദിവസം മുഴുവനും അവിടുത്തെ ശക്തിയാൽ ഞങ്ങൾ ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ, ആമേൻ. ഉറ്റവർ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും വെറുക്കിൽ, സ്നേഹത്തിനാഴമതിൽ ഞാനും നിമഗ്നനായി തീർന്നിടുവാൻ, സ്നേഹത്തിനാഴമതിൽ ഞാനും നിമഗ്നനായി തീർന്നിടുവാൻ.